ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധീഷ്. ഇയാഴ്ച ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെട്രോളിനകത്ത് എഥനോൾ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. എഥനോൾ അതായത് ഈഥൈൽ ആൽക്കഹോൾ. നമ്മൾ സാധാരണ മദ്യത്തിൽ ഉപയോഗിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ 10% വരെ ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്ന പെട്രോളിൽ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പെട്രോളിൽ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ 2003 ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എഥനോൾ മിക്സ് ചെയ്തിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ ഇറക്കാം എന്നുള്ളതിനെ കുറിച്ച് 2003 സ്റ്റാർട്ട് ചെയ്തത്. 2003 ഒരു 6-7 സ്റ്റേറ്റുകളിൽ അവരെന്ത് ചെയ്തു, ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അന്ന് കേരളം അതിലുണ്ടായിരുന്നില്ല. തമിഴ്നാട്, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, അതുപോലെ ആന്ധ്രാപ്രദേശ്, അപ്പോൾ ഇങ്ങനെയുള്ള ഗുജറാത്ത്, ഹരിയാന, ഇവിടെയെല്ലാം അവരെന്ത് ചെയ്തു, എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ 5% എഥനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ എഥനോൾ മിക്സ് ചെയ്ത് എന്തിനാണ് പെട്രോൾ ഇറക്കുന്നത്? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഗവൺമെന്റ് പറയുന്നത് നമ്മളുടെ കാർബൺ ഫുട് പ്രിന്റ്സ് കുറയ്ക്കുക. കാർബൺ ഫുട് പ്രിന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള കാരണം കാണിച്ചിട്ടാണ് നമുക്ക് ഈ എഥനോൾ എന്ന് പറയുന്ന സ്പിരിറ്റ് നമ്മളുടെ വാഹനങ്ങളിൽ എന്ത് ചെയ്യുന്നത്, പെട്രോളിനകത്ത് മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഇനി ദോഷങ്ങൾ പറയാനാണെങ്കിൽ കുറേ ദോഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എഥനോൾ എന്താണ് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എഥനോൾ എന്ന് പറയുന്നത് ഒരു ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ഒരു ആൽക്കഹോളാണ്. നമ്മൾ സാധാരണ നമ്മൾ മദ്യത്തിൽ ഉപയോഗിക്കുന്ന, നമ്മൾ വിദേശ മദ്യത്തിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, അതാണ് ഈഥൈൽ ആൽക്കഹോൾ. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഡിസ്റ്റിലറിയിൽ നമ്മൾ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പല രീതിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. അതായത് ചോളം വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ വീറ്റ് വെച്ചിട്ടുണ്ടാക്കാം, ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കാം, റൈസ് വെച്ചിട്ടുണ്ടാക്കാം അല്ലേ? അതുപോലെ ഷുഗർ കെയിൻ, നമ്മളുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ശർക്കര വെച്ചിട്ട് വാറ്റി ഉണ്ടാക്കുന്ന ചാരായം, അങ്ങനെ ശർക്കര വെച്ചിട്ടുണ്ടാക്കാം. അതായത് ഷുഗർ കെയിനിൽ നിന്നുണ്ടാക്കാം, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൽ നിന്നുണ്ടാക്കാം. കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെയുള്ള വാഹനങ്ങളിൽ പുതിയതായിട്ട് ഇപ്പോൾ ബൈക്കിലും കാറിലും ഒക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, പെട്രോൾ അടിച്ചു കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലൈൻറ്റുകൾ കൂടി വന്നപ്പോഴാണ് ഞാനപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ടാങ്കിനകത്ത് വെള്ളം വരുന്നത്? സാധാരണ ഡീസൽ വണ്ടിയിലായിരുന്നു നേരത്തെ വെള്ളം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പെട്രോൾ വണ്ടിക്കകത്തും ടാങ്കിൽ വെള്ളം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ഇനിയും നമുക്ക് എഥനോളിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, ഈഥൈൽ ആൽക്കഹോളിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എഥനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഈഥൈൽ ആൽക്കഹോൾ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കറിയാം. സ്പിരിറ്റ് കത്തുന്ന ഒരു സാധനമാണ്, ബേൺ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതൊരു ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വസ്തു ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് പൊല്യൂഷൻ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് പൊല്യൂഷൻ കുറയുന്നത് നമുക്ക് നോക്കാം. ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും അതുപോലെ വാട്ടറുമാണ്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. അതേസമയം നമ്മളുടെ പെട്രോൾ കത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ മാത്രമാണ് കാർബൺ ഡയോക്സൈഡും വാട്ടറും നമുക്ക് ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ബൈ പ്രോഡക്ട്സ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷേ ഈ എഥനോൾ ഉപയോഗിക്കുമ്പം ഇവർ പറയുന്നത് ഗ്രീൻ ഫ്യൂവൽ എന്ന് പറയുന്നതിന് കാരണം ഈ എഥനോള് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് തിരിച്ച് നമ്മൾ വീണ്ടും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഷുഗർ കെയിൻ, അതായത് നമ്മുടെ കരിമ്പ് വളർത്തണം, അല്ലെങ്കിൽ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വളർത്തണം അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പല സാധനങ്ങൾ വളർത്തുമ്പോൾ ചെടികൾ ഇത് ആഗിരണം ചെയ്യും. അവയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ചെടികൾ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത് കൊണ്ട് അതൊരു ഗ്രീൻ ഫ്യൂവലാണ്. അതിനകത്ത് അതായത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് ഈ ഫ്യൂവൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, പല രാജ്യങ്ങളിലും 85% എഥനോളും 15% പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ മിക്സ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ ഓടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവണം. എഥനോളിൽ ഓടണം എന്നുണ്ടെങ്കിൽ ആ വാഹനം പ്രത്യേകം എഥനോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ എന്താ, സാധാരണ ഗ്യാസോലിൻ എൻജിൻസ്
അല്ലെങ്കിൽ പെട്രോൾ എൻജിൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ മാനുഫാക്ചറേഴ്സ് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പെട്രോൾ വണ്ടികളിൽ, പെട്രോൾ എൻജിനിൽ, പെട്രോൾ ഉപയോഗിക്കേണ്ട വാഹനത്തിൽ, ഇന്ധനമായിട്ട് പെട്രോൾ ഉപയോഗിക്കേണ്ട വാഹനങ്ങളിൽ നമ്മൾ ഈ എഥനോൾ മിക്സ് ചെയ്ത അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത ഫ്യൂൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ്, അതായത് ഒന്ന്, നമുക്ക് വാഹനത്തിൻ്റെ മൈലേജ് കുറയും, പവർ കുറയും. അപ്പോൾ ഈ മൈലേജും പവറും എങ്ങനെയാണ് കുറയുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു ലിറ്ററിൽ 737 ഗ്രാമാണ് പെട്രോൾ ഉണ്ടാവുക. ഇനി 1 ലിറ്റർ എഥനോൾ എടുത്തു കഴിഞ്ഞാൽ 787 ഗ്രാം എഥനോൾ ഉണ്ടാവും, പ്യുവർ എഥനോൾ. അത് 0 ഡിഗ്രി സെൽഷ്യസിൽ 1 ബാർ പ്രഷറിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എനർജി, അതിനെയാണ് നമ്മൾ കലോറിഫിക്. ഒരു ഫ്യൂൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ കലോറിഫിക് വാല്യൂ ആണ്. അത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്തുമാത്രം എനർജി, ഹീറ്റ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഈ രണ്ട് ഫ്യൂലിൻ്റെയും തമ്മിലുള്ള കലോറിഫിക് വാല്യൂ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ എഥനോൾ ആണെന്നുണ്ടെങ്കിൽ 8.25 കിലോ വാട്ട് അവർ പെർ കിലോഗ്രാം ആണ്. 8.25 കിലോ വാട്ട് അവർ പെർ കിലോഗ്രാം. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 12.89 കിലോ വാട്ട് അവർ പെർ കിലോഗ്രാം. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു 4.5 കിലോ വാട്ട് അവർ പെർ കിലോഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. 1 കിലോഗ്രാം ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ്. അപ്പോൾ അത്രയും എനർജി ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് നമ്മളുടെ വാഹനത്തിൽ അതിനനുസരിച്ചിട്ടുള്ള പവർ കുറയും, മൈലേജ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 90, 100 ആയി. അപ്പോൾ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടിവെട്ടിയോനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലേ മനുഷ്യൻ്റെ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ 10% ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ വേണം ഇനിയും പുതിയതായിട്ട് കൊടുക്കാൻ എന്നുള്ളത് 100% ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമമാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാ മാനുഫാക്ചറേഴ്സും, അതായത് നമ്മളുടെ ഓയിൽ കമ്പനീസ്, അപ്പോൾ ഈ ഓയിൽ കമ്പനീസ് എല്ലാം ഇതനുസരിച്ചിട്ടാണ് ഫ്യൂവൽ, ഗ്യാസോലിൻ ഇപ്പോൾ എല്ലാ പമ്പുകളിലും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വാഹനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ മൈലേജ് കുറയും, അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ പവർ കുറയും. ഇനി സെക്കൻഡായിട്ട് ഇനി നമ്മൾ നോക്കാനുള്ളത്, ഈ വാഹനത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വാഹനത്തിന് ബാക്കിയുള്ള കോമ്പണൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. കോമ്പണൻസിന് പ്രശ്നം ഉണ്ടാവും. അതായത് നമ്മൾ പഴയ വാഹനങ്ങൾ ഒരിക്കലും നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത പെട്രോൾ, അതായത് E20 എന്നാണ് പറയുന്നത്, 20% ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്യും 2030 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. 2030 ആകുമ്പോൾ 20% ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത പെട്രോൾ വേണം ഇന്ത്യയിൽ വിൽക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിയമം. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 10% E10, അതായത് 10% ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പോകെ അവരെന്ത് ചെയ്യും, 10 എന്നുള്ള 15 ആക്കും. പിന്നീട് 2030 ആകുമ്പോഴത്തേന് 20% ഈഥൈൽ ആൽക്കഹോൾ ആക്കും. അപ്പോൾ ഇതിനകത്ത് ഇനിയും വരാനുള്ള ഒരു പ്രശ്നം, നമ്മളുടെ വാഹനങ്ങൾ ഒരിക്കലും, നമ്മളുടെ ഇപ്പോൾ നിരത്തിലുള്ള വാഹനങ്ങൾ ഒരിക്കലും, ഇപ്പോൾ BS6 ഒഴികെ അതിന് പുറകിലേക്കുള്ള വാഹനങ്ങൾ നോക്കിയാൽ അതൊന്നും ഈ പറഞ്ഞ ഈഥൈൽ ആൽക്കഹോളുള്ള പെട്രോൾ ഓടിക്കാൻ പറ്റിയ വാഹനങ്ങളല്ല നമ്മളുടെ ഇപ്പം നിരത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഇനി അതല്ല പെട്രോളിൽ ഓടുന്ന ഏത് വാഹനമാണെങ്കിലും അതിനകത്ത് വരുന്നൊരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്യൂവൽ ലൈൻസ്, അതായത് പെട്രോളിനകത്ത് ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്യുമ്പോൾ 10% ഈഥൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ടാകും. ഈഥൈൽ ആൽക്കഹോളിനൊരു സ്വഭാവമുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. അതായത് പഴയ ഡീസൽ വണ്ടികളിൽ മാത്രമേ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയതായിട്ട് വരുന്ന പെട്രോൾ വണ്ടികളിലും എന്തുണ്ട്, ഈ പറഞ്ഞ ഈഥൈൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യും. ആരെ? മോയ്സ്ചർ കണ്ടന്റ്, ഈർപ്പത്തെ വലിച്ചെടുത്ത് വെള്ളം ആക്കി അതിൻ്റെ ഉള്ളിൽ ഇടും. ഇനി നമ്മളുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ വേറൊരു സ്വഭാവമുണ്ട്. ഇത് പതിയെ റിയാക്ട് ചെയ്ത് ബാക്കിയുള്ള കെമിക്കൽ കോമ്പോസിഷൻ മാറി അത് വീണ്ടും വെള്ളമായിട്ട് വിഘടിക്കാനുള്ള ഒരു സ്വഭാവം ഈഥൈൽ ആൽക്കഹോളിനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ വിളിച്ച് ടാങ്കിൻ്റെ ഉള്ളിൽ പെട്രോളിൻ്റെ കൂടെ വെള്ളം കണ്ടു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. ഓക്കെ, പണ്ട് നമുക്ക് പെട്രോളിനകത്താണെങ്കിൽ നമുക്കറിയാം വെള്ളത്തിൻ്റെയും പെട്രോളിൻ്റെയും ഡെൻസിറ്റി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വെള്ളം എപ്പോഴും അടിയിൽ അടിഞ്ഞു കിടക്കും, പെട്രോൾ മുകളിൽ പൊങ്ങിക്കിടക്കും. ഡെൻസിറ്റി കൂടുതൽ വെള്ളത്തിനായിരുന്നു അല്ലേ. അതുകൊണ്ട് നമ്മളുടെ ഫ്യൂവൽ ലൈനിലൊന്നും പെട്രോളിൻ്റെ കൂടെ വെള്ളം കയറി വരാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം നമ്മളുടെ എൻജിനിലേക്ക് വരും, എൻജിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 1. 2, ഈ
പെട്രോളിനകത്ത് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ ആ ലൈൻസ്, ഫ്യൂവൽ ലൈൻസ്, റബ്ബർ ഹോസസ് എല്ലാം, ഓറിങ്സ്, ഇതൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നല്ല ഡാമേജ് ആവും. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന നഷ്ടം. ഒരു വാഹന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇനി വരാൻ പോകുന്ന ഈ ഈഥൈൽ ആൽക്കഹോൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല, നമ്മൾ ആരും ബോധവാന്മാരല്ല. അത് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് 10% ഫ്യൂവലിനകത്ത്, അതായത് ഗ്യാസോലിനകത്ത് നമ്മൾ ഈ എഥനോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭമുണ്ട്. ആ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ 10% ക്രൂഡ് ഓയിൽ നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടി രൂപ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് നമ്മളുടെ രാജ്യത്തിനകത്ത് തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ എഥനോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കൂടും, GDP കൂടും. അതുപോലെ തന്നെ നമ്മളുടെ പൈസ, നമ്മളുടെ ക്യാഷ്, ഇന്ത്യൻ റുപ്പി ഇവിടെ തന്നെ നിൽക്കും, ഇന്ത്യയിൽ തന്നെ നമുക്ക് നിൽക്കും. നമുക്ക് ഒരിക്കലും പുറത്തേക്ക് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ ഫ്യൂവലിന് വേണ്ടി കൊടുക്കുന്ന കാശ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അത് ഉപഭോക്താവിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഉപഭോക്താവിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ദോഷം തന്നെയുള്ളൂ, ഒരു കാരണവശാലും അത് ഗുണം വരുന്നില്ല. ഇനി ഈ കാർബൺ കുറയുമെന്ന് പറയുന്നു, അതായത് നമ്മളുടെ 10% ഫ്യൂവൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കാർബൺ, കരി കുറയും, അല്ലെങ്കിൽ നമ്മളുടെ പൊല്യൂഷൻ കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ 10% ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള മൈലേജിനെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ 20 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 18, 19 ഒക്കെ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് നമ്മൾ ഈ ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിനകത്ത് മൈലേജ് വരുന്നത് ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഷോർട്ട് വരും. നിങ്ങൾ വാഹനം പുതിയതായിട്ട് നിങ്ങളിപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ, പ്രത്യേകിച്ച് സാധാരണ ഒരു 1000 cc അല്ലെങ്കിൽ 800 cc വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തുമാത്രം പവർ ലോസ് ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പവർ ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈലേജിനെ ബാധിക്കും. അപ്പോൾ ഈ നമ്മൾ ഒരു ലിറ്റർ പെട്രോളും കൊണ്ട് 20 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ ഇനി പുതിയ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത ഒരു പെട്രോൾ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ 17 കിലോമീറ്ററോ 16 കിലോമീറ്ററോ ആയിരിക്കും ഓടുന്നത്. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം വരുമ്പോൾ വീണ്ടും ഈ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഓടണമെങ്കിൽ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാണ്. ആ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ വീണ്ടും കാർബൺ പുറത്തേക്ക് വരില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ, ഇന്ധനം യൂസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളുടെ പൊല്യൂഷൻ കൂടും എന്നുള്ളതാണ് അതിനകത്തൊരു സത്യാവസ്ഥ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഗവൺമെൻറ്റിനുള്ള ലാഭം എന്ന് പറയുന്നത് പുറത്തേക്ക് കൊടുക്കുന്ന പൈസ കുറയ്ക്കാം, നമുക്ക് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ കുറച്ച് പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ദോഷം എന്ന് പറയുന്നത് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാഹനത്തിൽ മൈലേജ് കുറയും, പവർ കുറയും, അതുപോലെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈൻസ്, ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഡാമേജ് ആവും, തകരാറിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും മിസ്ഫയറിങ് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ കാണിക്കുക. ദയവ് ചെയ്ത് അത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ഫ്യൂവൽ ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് മാറ്റി ഫ്യൂവൽ ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം വാഹനം പുതിയ ഫ്യൂവൽ ഉപയോഗിച്ച് വേണം ഓടിക്കാൻ. ഒരു ശകലമെങ്കിലും വെള്ളത്തിൻ്റെ അംശം ടാങ്കിലുണ്ടെങ്കിൽ അത് ഇനി പുതിയതായിട്ട് ഒഴിക്കുന്ന ഫ്യൂവലിൽ ഉള്ള എഥനോൾ റിയാക്ട് ചെയ്ത് അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടാനും അതുപോലെ തന്നെ പുറത്തുനിന്ന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവും ഈ പറഞ്ഞ പുതിയതായിട്ട് വരുന്ന പെട്രോളിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഗ്യാസോലിൻ യൂസ് ചെയ്യുന്ന ഈ പുതിയ E10 അല്ലെങ്കിൽ E20 വരാൻ പോകുന്ന ഗ്യാസോലിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ഏറ്റവും ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ടാങ്ക് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കാറിൻ്റെയൊക്കെ ടാങ്ക് ആണെങ്കിൽ ഫൈബർ ടാങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബൈക്കിൻ്റെയൊക്കെ വരുന്നത് ഇപ്പോഴും മെറ്റൽ ടാങ്ക്സ് ആണ്, അത് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സാധാരണ പെട്രോളിൻ്റെ ടാങ്ക് നമ്മൾ കുറച്ച് നാൾ ഫ്യൂൽ ഇല്ലാണ്ടിരുന്നാൽ തന്നെ തുരുമ്പിക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശമുള്ള ഫ്യൂൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചക്ടേഴ്സിന് കംപ്ലൈൻറ്റ് വരും, ഫ്യൂൽ ലൈൻസ് കംപ്ലൈൻറ്റ് വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിക്കുക. എന്നിട്ട് അതിനുള്ള പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും പിന്നീട് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയോ ഓടിക്കുകയോ ചെയ്യരുത്, എഞ്ചിൻ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഗവൺമെൻറ് ഈ പറഞ്ഞതുപോലെ അവരുടെ പോളിസി എന്തായാലും പുറകോട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇനി പുതിയ നയങ്ങളുടെ ഭാഗമാണ്. അത് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറാനുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പെട്രോളിന് വില കുറയ്ക്കാതെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്ത് പറഞ്ഞാലും അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നതിനെ ആരും പോയി ഇലക്ട്രിക് കാറൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. നമ്മൾ പഴയുള്ള വാഹനം തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ഉപയോഗിക്കുന്ന വാഹനത്തിന് തന്നെ ഈ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസന്റ് സിറ്റുവേഷനിൽ അത് അനുഭവിച്ചു തുടങ്ങി എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒന്ന് അറിയിക്കുകയാണ്. ഇതിനോടകം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ടാവും വാഹനത്തിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക. ഏത് പമ്പിൽ നിന്ന് പോയി അടിച്ചാലും ഈ പറഞ്ഞ ഫ്യൂവലാണ് ഇനിയും കിട്ടുക. അവർ ഈ പറഞ്ഞ ഈഥൈൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത പെട്രോൾ യൂസ് ചെയ്യാനുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനിയും വരുന്ന BS6 വാഹനങ്ങളിൽ ആ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ പഴയ വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കുള്ള മറുപടി നമ്മൾ കമൻറ്റ് ബോക്സിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സുധീഷസ് സൈനിങ് ഓഫ്.